കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗത്തിലെ ശ്ലോകം 28 മുതലുള്ള മലയാളത്തിലുള്ള ആഖ്യാനം നോക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്ലോകം 29 വരെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് തൻ്റെ തേരിനെ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ട് നിർത്താൻ പറയുകയും രണ്ട് സൈന്യത്തെയും നന്നായി നോക്കിക്കാണുന്ന വിധത്തിൽ രണ്ട് സൈന്യത്തിൻ്റെയും നടുവിലേക്ക് തേരിനെ ഭഗവാൻ കൊണ്ട് നിർത്തിക്കൊടുക്കുകയും ചെയ്തു. അർജുനൻ താൻ യുദ്ധം ചെയ്യാൻ പോകുന്നവരെ എതിർചേരിയിൽ പിതാമഹൻ മുതൽ ഓരോ ബന്ധുജനങ്ങളെയും കണ്ടിട്ട് അതീവ സങ്കടത്തോടെ വിലപിക്കുന്ന രീതിയിൽ വിഷണ്ണനായി ഇരുന്നുകൊണ്ട് ഭഗവാനോട് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് അർജുനൻ്റെ ഈ അവസ്ഥയെ വിവരിച്ചു കൊടുക്കുകയായിരുന്നു. ഇതുവരെ അധ്യായം 27 വരെ 3 ഭാഗങ്ങളിലായി ആഖ്യാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ശ്ലോകം 28 മുതൽ അർജുനൻ എന്താണ് ശ്രീകൃഷ്ണനോട് അതീവ വിഷാദത്തോടെ പറയുന്നത് എന്നുള്ളതാണ് വിവരിക്കാൻ ഉള്ളത്. നമുക്ക് ശ്ലോകം 28 മുതൽ തുടങ്ങാം. ശ്ലോകം 28. അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, ദൃഷ്ടേമം സ്വജനം കൃഷ്ണ, ദൃഷ്ട്വാ കണ്ടിട്ട്, ഇമം സ്വജനം ഈ സ്വജനങ്ങളെ, കൃഷ്ണ ഭഗവാനെ ശ്രീകൃഷ്ണ, യുയുത്സും യുദ്ധം ചെയ്യാനാഗ്രഹത്തോടെ, സമുപസ്ഥിതം വന്നു നിൽക്കുന്ന. ചെറിയൊരു ശ്ലോകമാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ ശ്രീകൃഷ്ണ യുദ്ധം ചെയ്യാൻ ആഗ്രഹത്തോടെ വന്നു നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട്. അത്രേ ശ്ലോകം 28 പറയുന്നുള്ളൂ. 29 ശ്ലോകം. സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേഭതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ. സീദന്തി മമ ഗാത്രാണി, സീദന്തി തളരുന്നു, മമ എൻ്റെ, ഗാത്രാണി ശരീരാവയവങ്ങൾ, മുഖം ച പരിശുഷ്യതി മുഖം, മുഖം ഉദ്ദേശിച്ചത് നമ്മുടെ വായുഭാഗം, വായയാണ് ഉദ്ദേശിച്ചത്. ച പരിശുഷ്യതി, അത് നമുക്ക് പരിശുഷ്യതി ച എന്ന് പറയാം, അതായത് വറ്റി വരളുകയും ചെയ്യുന്നു. വേഭതുശ്ച ശരീരേ മേ, വേഭതു ച പറഞ്ഞാൽ ഒരു വിറയലും, ശരീരേ ശരീരത്തിൽ, മേ എൻ്റെ, രോമഹർഷശ്ച ജായത്തെ, രോമഹർഷ ച ദുഃഖാധിക്യം കൊണ്ടുള്ള ഒരു തരം രോമാഞ്ചം, ജായത്തെ അനുഭവപ്പെടുന്നു. ശ്ലോകം 29 നമുക്ക് പറയുകയാണെങ്കിൽ, എൻ്റെ ശരീരാവയവങ്ങൾ തളരുന്നു, വായ വറ്റി വരളുകയും ചെയ്യുന്നു, എൻ്റെ ശരീരത്തിൽ ഒരു വിറയലും ദുഃഖാധിക്യം കൊണ്ടുള്ള ഒരു രോമാഞ്ചം പോലെയുള്ള അനുഭവവും ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. പറയുകയാണെങ്കിൽ നമ്മുടെ ശ്ലോകം 28ഉം 29ഉം ഒരുമിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി അതിന് അർത്ഥം കിട്ടും. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് 28ഉം 29ൻ്റെയും കൂടി ഒരുമിച്ച് അർത്ഥം പറയാം. അത് പറയുന്നത്, അർജുനൻ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, യുദ്ധം ചെയ്യാൻ ആഗ്രഹത്തോടെ വന്നു നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട് എൻ്റെ ശരീരാവയവങ്ങൾ തളരുന്നു, വായ വറ്റി വരളുകയും ചെയ്യുന്നു.
എൻ്റെ ശരീരത്തിൽ ഒരു വിറയലും ദുഃഖാധിക്യം കൊണ്ടുള്ള ഒരു തരം രോമാഞ്ചവും ഞാൻ അനുഭവിക്കുന്നു എന്ന് ശ്രീകൃഷ്ണനോട് അർജുനൻ പറയുന്നു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ശ്ലോകം 30. ഗാണ്ഡീവം ശ്രംസത്തെ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. ഗാണ്ഡീവം ശ്രംസത്തെ ഹസ്താത്. ഹസ്താത് എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ ഗാണ്ഡീവം ശ്രംസത്തെ, ഗാണ്ഡീവം, ഗാണ്ഡീവം എന്ന വില്ല്, ശ്രംസത്തെ ഊർന്നു വീഴുന്നു, ത്വക്ചൈവ പരിദഹ്യത്തെ, ത്വക്ച ഏവ, ത്വക്ചൈവ എന്ന് പറയുന്നത് ത്വക്ച ഏവ എൻ്റെ തൊലിയും, അതായത് സ്കിൻ, പരിദഹ്യതേ ചുട്ടുനീറുന്നു, ന ച ശക്നോമ്യവസ്ഥാതും, ന ച ശക്നോമ്യവസ്ഥാതും എന്നാൽ ന ശക്നോമി ച എനിക്ക് കഴിയുന്നില്ല, അവസ്ഥാതും ഈ തേരിലൊന്ന് ഉറച്ചു നിൽക്കാൻ പോലും, ഭ്രമതീവ ച മേ മനഃ, മേ എൻ്റെ, മന ച മനസ്സും, ച മേ മനഃ അതാണ് മേ എൻ്റെ, മന ച മനസ്സും, ഭ്രമത്തെ ഇവ, ഭ്രമതി ഇവ ആണ് ഭ്രമതീവ പറഞ്ഞത്, ഭ്രമതി ഇവ വട്ടം കറങ്ങുന്ന മാതിരി തോന്നുന്നു. എൻ്റെ മൊത്തം അർത്ഥം പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ നിന്ന് ഈ ഗാണ്ഡീവം എന്ന വില്ല് ഊർന്നു വീഴുന്നു, എൻ്റെ തൊലി ചുട്ടുനീറുന്നു, ഈ തേരിലൊന്ന് ഉറച്ചു നിൽക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല, എൻ്റെ മനസ്സ് ഇങ്ങനെ വട്ടം കറങ്ങുന്ന പോലെ തോന്നുകയാണ് എന്നാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്നത്. ശ്ലോകം 31. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ എന്ന് പറഞ്ഞാൽ, നിമിത്താനി ച പശ്യാമി, നിമിത്താനി ച പല നിമിത്തങ്ങളെയും, പശ്യാമി ഞാൻ കാണുന്നു, വിപരീതാനി കേശവ വിപരീതാനി വിപരീതങ്ങളായ, കേശവ എൻ്റെ ഭഗവാനെ കേശവ, ന ച ശ്രേയോനുപശ്യാമി, ന പശ്യാമി ച ഞാൻ കാണുന്നുമില്ല, ശ്രേയ യാതൊരുവിധ ശ്രേയസ്സും, അനു അനു പറയുമ്പോൾ പിന്നെ, അതായത് ന ച ശ്രേയോനുപശ്യാമി ന പശ്യാമി ച ശ്രേയ അനു, അതായത് പിന്നെ യാതൊരുവിധ ശ്രേയസ്സും ഞാൻ കാണുന്നുമില്ല എന്നാണ് അത്രയും. ഹത്വാ സ്വജനമാഹവേ, ഹത്വാ കൊല്ലുന്നത് കൊണ്ട്, സ്വജനം സ്വജനങ്ങളെ, ആഹവേ യുദ്ധത്തിൽ. അപ്പോൾ ആ ഒരു ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ, ഭഗവാനെ കേശവ വിപരീതങ്ങളായ പല നിമിത്തങ്ങളെയും ഞാൻ കാണുന്നു, പിന്നെ യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊല്ലുന്നത് കൊണ്ട് യാതൊരുവിധ ശ്രേയസ്സും ഞാൻ കാണുന്നുമില്ല ആണ് ശ്ലോകം 31 പറയുന്നത്. ഇനി ശ്ലോകം 32. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ന കാംക്ഷേ വിജയം കൃഷ്ണ, ന കാംക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല, വിജയം കൃഷ്ണ ജയത്തെയും, ഭഗവാനെ ശ്രീകൃഷ്ണ, ന ച രാജ്യം സുഖാനി ച രാജ്യം ച രാജ്യത്തെയും, സുഖാനി ച സുഖങ്ങളെയും, കിം നോ രാജ്യേന ഗോവിന്ദ രാജ്യേന കിം എന്നാണത്, രാജ്യേന കിം രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം, ന ഞങ്ങൾക്ക്, ഗോവിന്ദ വേദവാക്യങ്ങളാൽ മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ഭഗവാനെ ഗോവിന്ദ
ആണ് വിളിക്കുന്നത്. കിം ഭോഗൈർജീവിതേന വാ. കിം എന്തു നേട്ടം, ഭോഗൈർ ജീവിതേന വാ ജീവിതേന വാ ജീവിതം കൊണ്ട് തന്നെയോ, ഭോഗൈ ശരീരത്തെ സുഖിപ്പിക്കുന്ന അനുഭവങ്ങളെ കൊണ്ടോ. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ മുഴുവൻ അർത്ഥം പറയുകയാണെങ്കിൽ, ഭഗവാനെ കൃഷ്ണ, ജയത്തെയും രാജ്യത്തെയും സുഖങ്ങളെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേദവാക്യങ്ങളാൽ മാത്രം പ്രാപിക്കാൻ കഴിയുന്ന എൻ്റെ ഭഗവാനെ ഗോവിന്ദ, ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം? ശരീരത്തെ സുഖിപ്പിക്കുന്ന അനുഭവങ്ങളെ കൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്ത് നേട്ടമാണ് ഉള്ളത് ആണ് ചോദിക്കുന്നത്. അതാണ് ശ്ലോകം 32. ഇനി ശ്ലോകം 33. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. യേഷാമർത്ഥേ കാംക്ഷിതം നോ ഞങ്ങൾക്ക്, യേഷാമർത്ഥേ യേഷാം അർത്ഥേ യാതൊരുവർക്കു വേണ്ടി, കാംക്ഷിതം ആഗ്രഹിക്കപ്പെടുന്നുവോ, രാജ്യം രാജ്യവും, ഭോഗ ഭോഗങ്ങളും, സുഖാനിച്ച സുഖങ്ങളും, ത ഇമേവ സ്ഥിതാ യുദ്ധേ തേ ഇമേ ആ ഇവരെല്ലാം, അവസ്ഥിത നിൽക്കുന്നു, യുദ്ധേ യുദ്ധത്തിന് തയ്യാറായി, പ്രാണാം ത്യക്ത്വാ ധനാനി ച പ്രാണാൻ പ്രാണനെയും, ധനാനി ച ധനങ്ങളെയും, ത്യക്ത്വാ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിട്ട്. അതായത് ഞങ്ങൾക്ക് രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും യാതൊരുവർക്കു വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നുവോ ആ ഇവരെല്ലാം യുദ്ധത്തിനു തയ്യാറായി പ്രാണനെയും ധനങ്ങളെയും ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ശ്ലോകം 34. ആചാര്യ പിതരപുത്ര തഥൈവ ച പിതാമഹ മാതുല ശ്വശുരാ പൗത്ര ശ്യാലാ സംബന്ധിനസ്തഥാ. ആചാര്യ ആ ആചാര്യന്മാരും, പിതര അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരും, പുത്ര പുത്രന്മാരും, തഥൈവ തഥൈവ ച തഥാ ഏവ ച അപ്രകാരം തന്നെ, പിതാമഹ മുത്തശ്ശന്മാരും, മാതുല അമ്മാവന്മാരും, ശ്വശുര ഭാര്യാപിതാക്കന്മാരും, പൗത്ര പൗത്രന്മാരും, ശ്യാല ഭാര്യാ സഹോദരന്മാരും അല്ലെങ്കിൽ സോദരിയുടെ ഭർത്താക്കന്മാരും, സംബന്ധിനസ്തഥ സംബന്ധിന മറ്റു ബന്ധുക്കളുമായ, തഥാ അങ്ങനെ തന്നെ. പറഞ്ഞാൽ ഈ യുദ്ധം ചെയ്യാനായി നിൽക്കുന്നവരായ ഇവരെല്ലാം എന്ന് പറഞ്ഞില്ലേ, അത് ആരൊക്കെയാണെന്ന് പറയുന്നതാണ് അടുത്ത ശ്ലോകം. അത് ആചാര്യന്മാരും അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരും പുത്രന്മാരും, അപ്രകാരം തന്നെ മുത്തച്ഛന്മാരും അമ്മാവന്മാരും ഭാര്യാപിതാക്കന്മാരും പൗത്രന്മാരും ഭാര്യ സഹോദരന്മാരും അല്ലെങ്കിൽ സഹോദരി ഭർത്താക്കന്മാരും, അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ ബന്ധുക്കളുമായ ഇവരെല്ലാം എന്നാണ് അടുത്ത ആ ശ്ലോകത്തിൽ പറയുന്നത്. ശരിക്കും നമ്മൾ ശ്ലോകം 33 34 ഒരുമിച്ച് അർത്ഥം പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും യാതൊരുവർക്കു വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നുവോ ആ ആചാര്യന്മാരും അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരും പുത്രന്മാരും, അപ്രകാരം തന്നെ മുത്തശ്ശന്മാരും അമ്മാവന്മാരും ഭാര്യാപിതാക്കന്മാരും പൗത്രന്മാരും ഭാര്യാ സഹോദരന്മാരും സോദരീ ഭർത്താക്കന്മാരും, അങ്ങനെ തന്നെ മറ്റുള്ള ബന്ധുക്കളുമായ ഈ ഇവരെല്ലാം യുദ്ധത്തിനു തയ്യാറായി പ്രാണങ്ങളെയും ധനങ്ങളെയും ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിട്ട് നിൽക്കുന്നു എന്നാണ് ആ 2 ശ്ലോകം കൂടി ഒരുമിച്ച് അർത്ഥം പറയുകയാണെങ്കിൽ വരിക. ശ്ലോകം 35.
ഏതാന്ന ഹന്തുമിച്ഛാമി ജ്ഞതോപി മധുസൂദന അപി ത്രൈലോക്യരാജസ്യ ഹേതോ കിം നു മഹീകൃതേ. ഏതാന്ന ഹന്തുമിച്ഛാമി, ഏതാൻ ഇവരെ, ന ഹന്തുമിച്ഛാമി ഹന്തും കൊല്ലുവാൻ, ന ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഘ്നതോപി മധുസൂദന, ഘ്നത അപി ശത്രുക്കളാൽ കൊല്ലപ്പെട്ടാൽ പോലും, മധുസൂദന മധു എന്ന അസുരനെ സംഹരിച്ചവനായ ഭഗവാനെ, മധുസൂദന കൃഷ്ണ. അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം നു മഹീകൃതേ. മഹീകൃതേ ഈ ഭൂമിക്കു വേണ്ടി, അല്ലെങ്കിൽ നിസ്സാരമായ കുറച്ചു ഭൂമിക്കു വേണ്ടി. കിം നു പിന്നെ പറയണമോ. ത്രൈലോക്യ രാജ്യസ്യ 3 ലോകങ്ങളും കിട്ടുമെന്ന്, ഹേതോ അപി വന്നാൽ പോലും എന്ന് പറഞ്ഞാൽ, മധുസൂദന മധു എന്ന അസുരനെ സംഹരിച്ചവനായ ഭഗവാനെ ശ്രീകൃഷ്ണ, ശത്രുക്കളാൽ കൊല്ലപ്പെട്ടാൽ പോലും 3 ലോകങ്ങളും കിട്ടുമെന്ന് വന്നാൽ പോലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിസ്സാരമായ ഈ ഭൂമിക്ക് വേണ്ടി പിന്നെ പറയണമോ എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം 36. നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. നിഹത്യ ധാർത്തരാഷ്ട്രാൻ ന, നിഹത്യ കൊന്നതുകൊണ്ട്, ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രന്മാരെ, ന ഞങ്ങൾക്ക്, കാ പ്രീതി സ്യാത് ജനാർദ്ദന, കാ പ്രീതി സ്യാത്ത് എന്തു സന്തോഷമാണ് ഉണ്ടാവാൻ പോകുന്നത്, ജനാർദ്ദന ഭഗവാനെ ജനാർദ്ദന. പാപമേവാശ്രയതസ്മാൻ, പാപം ഏവ പാപം തന്നെ, ആശ്രയേത് അല്ലേ, ആശ്രയേത് ആശ്രയേത് ബാധിക്കും സംശയമില്ല, അസ്മാൻ നമ്മളെ, ഹത്വൈതാനാതതായിനഃ ഹത്വ കൊന്നാൽ, ആതതായിനഃ ആതതായികളെ, ഏതാൻ ഈ. അതായത് മുഴുവൻ അർത്ഥം പറഞ്ഞാൽ, ഭഗവാനെ ജനാർദ്ദന, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ആതതായികളെ കൊന്നാൽ, ആതതായികളെ എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരെ, അതായത് പല ദുഷ്പ്രവൃത്തികളും ഇതുവരെ അവർ ചെയ്തിട്ടുണ്ട്. വീടിന് തീ വച്ചിട്ടുണ്ട്, ആഹാരത്തിൽ വിഷം കൊടുത്തിട്ടുണ്ട്, ധനം അപഹരിച്ചു, കൃഷിസ്ഥലം അപഹരിച്ചു അല്ലേ, ഭാര്യയെ അപഹരിച്ചു, അതേപോലെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ എല്ലാ ദുഷ്പ്രവൃത്തികളും ചെയ്യുന്നവരായ ഇവരെ, അതാണ് ആതതായികളെ കൊന്നാൽ നമ്മളെ പാപം തന്നെ ബാധിക്കും, സംശയമില്ല എന്നാണ് അർജുനൻ പറയുന്നത്. ശ്ലോകം 37. തസ്മാന്നാർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. തസ്മാന്നർഹാ വയം ഹന്തും, തസ്മാത് ആയതിനാൽ, ന അർഹ അർഹിക്കുന്നവരല്ല, വയം ഞങ്ങൾ, ഹന്തും കൊല്ലുവാൻ, ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ, ധാർത്തരാഷ്ട്രാൻ ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രന്മാരെ, സ്വബാന്ധവാൻ സ്വന്തം ബന്ധുക്കളായ, സ്വജനം ഹി കഥം ഹത്വാ സ്വജനം സ്വജനങ്ങളെ, ഹത്വാ കൊന്നിട്ട്, കഥം എങ്ങനെ,
സുഖിന ശ്യാമ മാധവ. സുഖിന ശ്യാമ ഹി. ആ സ്വജനം ഹി കഥം, ആ ഹി നമുക്ക് സുഖിന ശ്യാമ ഹി പറയാം. അതായത് സുഖികളായി തീരാൻ എങ്ങനെ കഴിയും മാധവ എന്നാണ് ചോദിക്കുന്നത്. അല്ലയോ ലക്ഷ്മി വല്ലഭനായ ഭഗവാനെ. അത് മുഴുവൻ പറയുകയാണെങ്കിൽ, സ്വന്തം ബന്ധുക്കളായ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലുവാൻ ഞങ്ങൾ അർഹിക്കുന്നവരല്ല. അല്ലയോ ലക്ഷ്മി വല്ലഭനായ ഭഗവാനെ മാധവ, സ്വജനങ്ങളെ കൊന്നിട്ട് എങ്ങനെ ഞങ്ങൾക്ക് സുഖികളായി തീരാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഇത്രയാണ് ശ്ലോകം 37 പറയുന്നത്. ശ്ലോകം 38 മുതൽ ഈ അധ്യായത്തിലെ അവസാന ശ്ലോകം 47 വരെയും അർജുനൻ വിഷാദത്തോടെ ശ്രീകൃഷ്ണനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നത് തന്നെയാണ്. ബാക്കി ശ്ലോകം 38 മുതൽ 47 വരെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ആഖ്യാനം ചെയ്യാം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നന്ദി. കൃഷ്ണ ഗുരുവായൂരപ്പ.